ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ഒട്ടകത്തിന്റെ ഉടമ അതിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അന്ത്യനാളിൽ അതവന്റെ അടുത്ത് വരുന്നതാണ്. അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് അത് വരിക. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ എന്ന് പറയുന്നത് ഏറ്റവും തടിച്ചു പോയിത്തിരിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് അത് അവന്റെ അടുത്ത് വരിക. എന്നിട്ട് അത് അവനെ കുളമ്പ് കൊണ്ട് ചവിട്ടുകയും ചെയ്യുന്നതാ. അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്, ആടിന്റെ ഉടമ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതും അവന്റെ അടുത്ത് ഖിയാമത്ത് നാളാകുമ്പോൾ വരുന്നതാണ്. അത് ഏറ്റവും നന്നായ രൂപത്തിലായിരിക്കും വരിക. എന്നിട്ട് അത് അവനെ കുളമ്പ് കൊണ്ട് ചവിട്ടുകയും കൊമ്പ് കൊണ്ട് കുത്തുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വെള്ളം കുടിക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ ആടുകളെ അറുക്കൽ അവയുടെ ബാധ്യതയിൽ പെട്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അന്ത്യനാളിൽ നിങ്ങളൊരാളും തന്റെ കരയുന്ന ആടിനെയും പിരടിയിൽ ചുമന്ന് എന്റെ അടുത്ത് വരരുതേ, മുഹമ്മദേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ആരും വരരുതേ. അങ്ങനെ ആരെങ്കിലും വന്നാൽ ഞാൻ അവരോട് പറയുന്നതാ, നിന്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും ആവുകയില്ല. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ അടുത്ത് ഒരു കാര്യവും ആരും പറയണ്ട. കരയുന്ന ഒട്ടകത്തെയും പിരടിയിൽ ചുമന്ന് ഒരാളും എന്റെ അടുത്തേക്ക് വരരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നാൽ ആ വന്നതായ ആളോട് ഞാൻ പറയും, എനിക്ക് ഒന്നും ആവുകയില്ല. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നല്ലോ, എല്ലാ കാര്യത്തിന്റെയും നിയമങ്ങള് നിർദ്ദേശങ്ങള് എല്ലാം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിരുന്നല്ലോ. അതൊന്നും ഞാൻ പറയുന്നത് പോലെ ചെയ്യാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തതായ ഒരു അവസ്ഥ വരാനുള്ളതായ കാരണം എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം